സുനിൽ ഫിലിപ്പ് നരൈൻ. നമ്മൾ എത്ര കാലമായി അയാളെ കാണുന്നു. ഒരേ മുഖഭാവത്തിലും ഒരേ ഫോമിലും. ഒരു പതിറ്റാണ്ടിലേറെയായി ഓരോ IPL പതിപ്പിലും ആ പേരെങ്ങനെ നാം കാണാറുണ്ട്. ആ മുടിയും ആ ആക്ഷനുമെല്ലാം എല്ലാവർക്കും സുപരിചിതം. കൺസിസ്റ്റൻസി എന്നതിന് ഇതിലും മികച്ചൊരു പര്യായം വേറെയുണ്ടാകില്ല. 19ാം സീസണിലും ആ പതിവിന് മാറ്റമൊന്നുമില്ല. ഒന്നുകിൽ ബാറ്റ് കൊണ്ട്, അല്ലെങ്കിൽ എതിരാളികളെ കറക്കി വീഴ്ത്തുന്ന മാജിക്കൽ സ്പെല്ലുമായി. അന്നും ഇന്നും KKRന്റെ ക്രൈസിസ് മാനേജർ സുനിൽ നരൈൻ തന്നെ. ഇന്നലെ ലക്നൌവിനെതിരായ സൂപ്പർ ഓവർ ത്രില്ലർ ജയത്തിന് പിന്നാലെ കൊൽക്കത്ത ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനയ്ക്ക് മുന്നിലൊരു ചോദ്യമെത്തി. നരൈൻ അല്ലാതെ സൂപ്പർ ഓവർ എറിയാൻ നിങ്ങൾക്ക് മുന്നിലുള്ള മറ്റു ഓപ്ഷൻ ആരായിരുന്നു? നോ അതർ ഓപ്ഷൻ. മറ്റൊരാളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പരിശീലകരും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുമെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞ പേരും ഈ വിൻഡീസുകാരൻ്റേതായിരുന്നു. KKR എത്രമാത്രം അയാളെ ആശ്രയിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ് പ്രസ് മീറ്റിലുള്ള രഹാനയുടെ ഈ വാക്കുകൾ. ഇനി ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഡഗ്ഔട്ടിലേക്ക് നോക്കാം. അവസാന പന്തിൽ കാർത്തിക് ത്യാഗിയെ സിക്സർ പറത്തി മത്സരം ടൈയാക്കി മുഹമ്മദ് ഷമി അവർക്ക് നൽകിയതൊരു പുതുജീവനായിരുന്നു. നിരാശയിൽ നിന്ന് പ്രത്യാശയുടെ പുതിയ തുടക്കം. വിരസമായൊരു സൺഡേ പോരാട്ടം പ്രതീക്ഷിച്ച് നിന്നിടത്തു നിന്നൊരു അപ്രതീക്ഷിത ടെസ്റ്റ്. സീസണിലെ ആദ്യ സൂപ്പർ ഓവർ പോരാട്ടത്തിന് കളമൊരുങ്ങുകയായിരുന്നു. KKRനായി പന്തെറിയാൻ നരൈൻ എത്തുമെന്ന കാര്യം LSG ക്യാമ്പിനും കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ആരാകും ഈ വിൻഡീസ് സ്പിന്നറെ നേരിടാൻ ഇറങ്ങുക? ലക്നൌവിലെ ഏകാന സ്റ്റേഡിയത്തിൽ ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു ഹോം ആരാധകർ. ഒടുവിൽ പാഡടിഞ്ഞ് 2 പേർ ക്രീസിലേക്ക് നടന്നെടുത്തു. നിക്കോളാസ് പുരാനും എയ്ഡൻ മക്രവും. അതൊരു സർപ്രൈസ് തീരുമാനമായിരുന്നു. ജാക്ക് പോട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന നീക്കം. സീസണിൽ ഇതുവരെ ഫോമിലല്ലാത്ത, ഒട്ടും ടച്ചിലല്ലാത്ത വിൻഡീസ് താരം പുരാനെ നിർണായക ഓവർ നേരിടാനായി ഇറക്കിയിരിക്കുന്നു. സ്ട്രൈക്കിൽ നിക്കോളാസ് പുരാൻ നിൽക്കുന്നു. ബൗളിംഗ് എൻഡിൽ സമ്മർദ്ദം ഏതുമില്ലാതെ സുനിൽ നരൈൻ. ഏകാനയിൽ 2 ട്രിനിഡാഡിയൻ താരങ്ങളുടെ നേർക്കുനേരംഗം. നരൈൻ്റെ ഓഫ് ബ്രേക്ക് ഡെലിവറിയെ കൂച്ചനടിക്ക് ശ്രമിച്ച പുരാന് പക്ഷേ തെറ്റുകയാണ്. ഓഫ് സ്റ്റമ്പിനെ പറപ്പിച്ചാണ് ആ പന്തിൻ്റെ സഞ്ചാരം അവസാനിച്ചത്. ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ്. മത്സരത്തിൻ്റെ പ്രഷർ LSGയിലേക്ക് തിരിഞ്ഞു. 2ാം പന്തിൽ സിംഗിൾ എടുത്ത് ഋഷഭ് പന്ത് സ്ട്രൈക്ക് മാർക്കത്തിന് നൽകി. മാർക്കം ടു നരൈൻ. ബാക്ക് ഓഫ് ലെങ്ത് ഡെലിവറിയെ തൻ്റെ പവർ ഉപയോഗിച്ച് ലോങ് ഓണിലൂടെ സിക്സർ പറത്താനുള്ള ദക്ഷിണാഫ്രിക്കൻ താരത്തിൻ്റെ ശ്രമം. എന്നാൽ ബൗണ്ടറി ലൈൻ കടക്കുന്നതിന് മുമ്പ് റോമാൻ പവലിൻ്റെ മികച്ചൊരു റണ്ണിംഗ് ക്യാച്ച്. ബാലൻസ് നഷ്ടമായി ബൗണ്ടറി റോപ്പ് കടക്കും മുമ്പ് റിങ്കു സിംഗിനെ ലക്ഷ്യമാക്കി പന്തെറിഞ്ഞു കൊടുത്തു. ഈസി ക്യാച്ചിലൂടെ റിങ്കു അത് കൈപ്പിടിയിലും ഒതുക്കി. ലക്നൌവിന് 2ാം വിക്കറ്റും നഷ്ടം. വാട്ട് എ ചാമ്പ്യൻ, വാട്ട് എ ബൗളർ. കമൻ്ററി ബോക്സിൽ നിന്ന് ഈ സമയം ഉയർന്നു കേട്ടത് ഈ വാചകമായിരുന്നു. 2 റൺസ് വിജയലക്ഷ്യം ആദ്യ പന്തിൽ തന്നെ മറികടന്ന് റിങ്കു സിംഗ് കൊൽക്കത്തക്ക് മറ്റൊരു ജയം കൂടി സമ്മാനിച്ചു. സുനിൽ നരൈനെതിരെ ബാറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് നിക്കോളാസ് പുരാൻ? മത്സരശേഷം ഉയർന്ന ഈ വിമർശനത്തെ ന്യായീകരിക്കാനാണ് LSG കോച്ച് ജസ്റ്റിൻ ലാംഗർ ശ്രമിച്ചത്. KKR സ്പിന്നർക്കെതിരെ പുരാന് മികച്ച ട്രാക്ക് റെക്കോർഡാണുള്ളത്. മറ്റേതൊരു കളിക്കാരനേക്കാളും ഏറെ മുന്നിൽ. ഫോം ഔട്ടിനപ്പുറം ഞങ്ങൾ വിശ്വാസമർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മുൻകാല നേട്ടങ്ങളായിരുന്നു. ലാംഗർ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ ആ ബാറ്റിലിൽ താൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് നരൈൻ ഒരിക്കൽ കൂടി തെളിയിച്ചു. ഈ സീസണിൽ വിക്കറ്റ് വേട്ടക്കാരിൽ അയാളുടെ സ്ഥാനം 19ാം സ്ഥാനത്ത് മാത്രമാണ്. 8 ഇന്നിങ്സുകളിൽ നിന്നായി എറിഞ്ഞിട്ടത് 7 വിക്കറ്റുകൾ മാത്രം. എന്നാൽ ബൗളർമാർ നിലനിൽപ്പിനായി പോരാടുന്ന ഈ IPLൽ നരൈൻ്റെ എക്കണോമി പ്രത്യേകം പറയണം. കഴിഞ്ഞ 5 മത്സരങ്ങളിലും 7-ന് താഴെ എക്കോണമിയിലാണ് അയാൾ പന്തെറിഞ്ഞത്. 2012-ൽ KKRനൊപ്പം അരങ്ങേറ്റം കുറിച്ചതു മുതൽ ഇതുവരെ ഇക്കണോമി നിലനിർത്താൻ അദ്ദേഹം സ്ഥിരത പുലർത്തുന്നുണ്ട്. ഇതുവരെ 190 IPLൽ നിന്ന് 199 വിക്കറ്റ്. ഇക്കണോമി 6.79. 7 തവണ 4 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയപ്പോൾ ഫൈഫർ സ്വന്തമാക്കിയത് ഒരു സീസണിൽ. IPLന് പുറമെ വിവിധ T20 ലീഗുകളിലും തൻ്റെ സ്ഥിരത നിലനിർത്താൻ നരൈനായിട്ടുണ്ട്. 2024 കരീബിയൻ പ്രീമിയർ ലീഗിൽ സൂപ്പർ ഓവർ മേഡിയനാക്കിയും അദ്ദേഹം ശ്രദ്ധേയ പ്രകടനം നടത്തിയിരുന്നു. അന്നും നിക്കോളാസ് പുരാനായിരുന്നു താരത്തിൻ്റെ ബൗളിംഗ് പഠനത്തിൽ നിരായുധനായത്. അതും ഒരു കൗതുകമാണ്. T20 ക്രിക്കറ്റിൽ 600 വിക്കറ്റ് എന്ന അപൂർവ നേട്ടത്തിലേക്കും നരൈൻ അടുത്തിടെ നടന്നു കയറിയിരുന്നു. റാഷിദ് ഖാനും ഡെവിൻ ബ്രാവോയും മാത്രമിരിക്കുന്ന അപൂർവ പട്ടിക. ഒരു പതിറ്റാണ്ട് മുമ്പ് KKR നരൈനെ ടീമിലെടുക്കുമ്പോൾ വിൻഡീസിനായി 3 T20 മത്സരങ്ങൾ മാത്രമായിരുന്നു താരം കളിച്ചിരുന്നത്. അന്നത്തെ ക്യാപ്റ്റൻ ഗൗതം ഗംഭീറിൻ്റെ പിന്തുണയിലാണ് ലേലത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ വെല്ലുവിളി മറികടന്ന് നരൈൻ ഈഡൻ ഗാർഡനിൽ ലാൻഡ് ചെയ്തത്. 2022 സീസണിൽ 5.47 എന്ന ശ്രദ്ധേയമായ എക്കോണമിയിൽ 24 വിക്കറ്റുകളുമായി അദ്ദേഹം പ്രഥമ കിരീട നേട്ടത്തിൽ ക്രൂഷ്യൽ റോൾ വഹിച്ചു. ടൂർണമെൻറ്റിലെ മികച്ച താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2014-ൽ KKR 2ാം കിരീടം നേടിയപ്പോൾ 21 വിക്കറ്റുകളുമായി വീണ്ടും ടീമിൻ്റെ മുൻനിര വിക്കറ്റ് വേട്ടക്കാരനായി. അതിനിടെ ബാറ്റിങ്ങിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നരൈനെ നാം കണ്ടു. ടീം ബാലൻസിംഗ് നിലനിർത്തുന്നതിലും ഈ താരം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. 2017-ൽ ഓപ്പണറായി സ്ഥാനക്കയറ്റം ലഭിച്ച അദ്ദേഹം 15 പന്തിൽ നിന്ന് 50 അടിച്ചും ആരാധകരെ ഞെട്ടിച്ചു.
2018 അദ്ദേഹത്തിൻ്റെ മികച്ച ഓൾറൗണ്ട് സീസണുകളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. 190 സ്ട്രൈക്ക് റേറ്റിൽ 350-ലധികം റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. അന്ന് 17 വിക്കറ്റുകളും എറിഞ്ഞിട്ടു. KKR കിരീടം നേടിയ 2024 സീസണിൽ തൻ്റെ T20 കന്നി സെഞ്ചുറി ഉൾപ്പെടെ 488 റൺസ് നേടിയ നരേൻ 17 വിക്കറ്റുകളും വീഴ്ത്തി. അന്ന് മെൻറ്ററായി കൊൽക്കത്തക്കൊപ്പം ഉണ്ടായിരുന്ന ഗംഭീറിൻ്റെ സാന്നിധ്യം ബാറ്റിങ്ങിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിലും നിർണായകമായിരുന്നു. ടീമിനെ അടിമുടി പൊളിച്ചു പണിതാണ് വന്നതെങ്കിലും ഈ സീസണിൻ്റെ തുടക്കത്തിൽ നിരാശപ്പെടുത്തുന്നതായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്രകടനം. 8 മാച്ചിൽ 5-ലും തോൽവി. ക്യാപ്റ്റൻ അജിൻക്യ രഹാനെയുടെ മോശം ഫോം മുതൽ ബൗളിങ്ങിലെ പ്രശ്നങ്ങൾ വരെയായി നിരവധി പ്രതിസന്ധികൾ. പക്ഷേ സുനിൽ നരേനെയും റിങ്കു സിംഗിനെയും പോലുള്ള താരങ്ങൾ KKR ലെഗസിയെ നെഞ്ചിലേറ്റി മൈതാനത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഈ സീസണിൽ ഇനിയും മുന്നേറാൻ KKRനാകുമോ? നിങ്ങളുടെ അഭിപ്രായം പറയൂ.